ഇന്ന് വന്നിരിക്കുന്നത് ഒരു അഡാർ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് KFC കഴിക്കാൻ തോന്നുമ്പോൾ എപ്പോഴും KFC പോയി ഫുഡ് കഴിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല അല്ലേ? അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് എങ്ങനെ നല്ലൊരു KFC ചിക്കൻ ഫ്രൈ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായി ചെറിയൊരു പീസ് ഇഞ്ചി, 4 വെളുത്തുള്ളി, ഒരു വലിയ സവാളയുടെ പകുതി ഇതും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഇതിനായിട്ട് നമുക്ക് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുക്കേണ്ടത്. അല്ല വെച്ചാൽ ലെഗ് പീസ് ആണെന്ന് വെച്ചാൽ അത് മുഴുവനായിട്ടും എടുക്കാവുന്നതാണ്. ഇനി ചിക്കനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരും, മൊത്തം എനിക്കിവിടെ 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് വന്നിരിക്കുന്നത്. ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കുക, പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി വലിയ പേസ്റ്റും 1/4 ഗ്ലാസ് അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. KFC പൊതുവെ സ്പൈസി ആയിരിക്കില്ല. നിങ്ങൾക്ക് എരിവ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മസാലാസ് ചേർക്കാവുന്നതാണ്. നമ്മൾ നോർമൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് കട്ടിയായിട്ട് നമ്മൾ ബാറ്ററൊക്കെ ഉണ്ടാക്കിയിട്ടാണല്ലോ. പക്ഷെ ഒരിക്കലും KFCക്ക് അങ്ങനെയല്ല. ചെറിയ വെള്ളത്തോട് കൂടിയിട്ടുള്ള ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇത് മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം കേട്ടോ. സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെച്ചാൽ നന്നായേനെ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ അവിടെ ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മൈദയുടെ ഒരു മിക്സ് തയ്യാറാക്കാനുണ്ട്. ഇതിനായി കുറച്ച് മൈദ എടുക്കുക. ആവശ്യത്തിന് മുളക് പൊടി, ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമാണ്, ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിക്കൻ്റെ അകത്ത് നല്ലോണം വേവണമെന്നില്ല. മുകളിൽ നല്ല ക്രിസ്പി ആവുകയും ചെയ്യും, അകത്ത് വേവാത്തൊരു പരുവാവുകയും ചെയ്യും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ചിക്കൻ നന്നായി മിക്സ് ചെയ്തിട്ട് അതിൽ നിന്നൊരു പീസ് ചിക്കൻ എടുക്കുക. അതിന് മൈദയുടെ മിക്സിലേക്ക് ചേർത്തിട്ട് കൈകൊണ്ട് ഇതിൽ കാണുന്ന പോലെ നന്നായി ഒന്ന് അമർത്തി കൊടുക്കുക. ചിക്കനോട് വല്ല ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അമർത്തില്ലേ, അതുപോലെ നന്നായി ഒന്ന് അമർത്തി കൊടുക്കുക. അതിൻ്റെ എല്ലാ ഭാഗത്തും 2-3 തവണ ഒന്ന് അമർത്തി മൈദ അതിലേക്ക് നന്നായി പിടിക്കുന്ന രീതിയിൽ ആക്കി കൊടുക്കുക. അതിനുശേഷം ചെറുതായി ഒന്ന് കുടഞ്ഞു കൊടുക്കുമ്പോൾ അതിലാവശ്യമില്ലാത്ത പൊടികളെല്ലാം അത് പോകുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ചിക്കൻ പീസും നമുക്ക് മൈദയിൽ പൊതിഞ്ഞ ശേഷം മാറ്റി വയ്ക്കാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, മൈദയ്ക്കകത്ത് വെള്ളം ആവാതിരിക്കാൻ നോക്കണം. അല്ലാച്ച അതിങ്ങനെ കട്ട കട്ട പോലെ നിൽക്കുന്നതാണ്. അപ്പം ഞാനിവിടെ എൻ്റെ 2 കൈയും എടുത്ത ശേഷമാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു കൈ കൊണ്ട് ചിക്കൻ ഇടുന്നു, മറ്റേ കൈ കൊണ്ട് മൈദ നന്നായി മിക്സ് ചെയ്യുന്നു. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. തിളച്ച എണ്ണയിലേക്ക് വളരെ ശ്രദ്ധയോടെ വേണം ചിക്കൻ പീസ് ഇടാനായിട്ട്. ഒരു സൈഡ് ചെറുതായി ഒന്ന് കളർ ഷെയ്ഡാകുമ്പോൾ നമുക്ക് മറു സൈഡും കൂടി തിരിച്ചിടാം. 2 വശവും നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ചിക്കൻ പീസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എനിക്കിവിടെ ലെഗ് പീസ് ഫ്രൈ ചെയ്തെടുത്തതിനേക്കാളും ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റാണ് ഒരുപാട് മുന്നിട്ടതായി തോന്നിയത്. വേറൊന്നും കൊണ്ടല്ല, മസാലാസ് എല്ലാം അതിനകത്തേക്ക് നല്ലോണം പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കാണാനും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. കറക്റ്റ് ആ ഒരു ഷേപ്പിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒന്നുകൂടെ പറയാണ്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് സമയം എടുക്കുമായിരിക്കും, പക്ഷെ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ എന്തായാലും ഈസി ആയിട്ടുള്ള KFC സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, പുറമേ നല്ല ക്രിസ്പിയാണ്, പക്ഷെ അകത്ത് നല്ലോണം വെന്ത് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സോസ് അല്ലെങ്കിൽ മയോണൈസ് അതും കൂടെ ഉണ്ടെങ്കിൽ വേറെ ലെവൽ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. ശേഷം അഭിപ്രായം അറിയിക്കണം കേട്ടോ. താങ്ക് യു.